ഹായ് ഗൈസ്. അപ്പോൾ നാളെ പെരുന്നാളാണ്. കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ലാസ്റ്റായിട്ടുള്ള കുറച്ച് ഐറ്റംസും വീട്ടിലേക്ക് നാളെ വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം. കുളിച്ച് ഇങ്ങനെ ഇടണം, ലിപ്സ്റ്റിക്ക് ഇടണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫോർമലിൽ പോവും, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ എനിക്ക് കുറച്ച് ചെറിയൊരു ലിറ്റിൽ ഷോപ്പിംഗ് ഉണ്ട്. എനിക്ക് ചപ്പൽ, പിന്നെ ബാങ്കിലൊക്കെ എടുക്കാനുണ്ട്. മേ ബി ചിലപ്പോഴേ ബാങ്കിൽ എടുത്തുള്ളൂ, എന്നാലും ബാങ്കിലൊക്കെ എടുക്കാനുണ്ട്. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര റഷായിരുന്നു. സോ അപ്പോൾ അത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. ഞാൻ റെഡി ആവട്ടെ. സാധാരണ ഗെറ്റ് റെഡിയൊക്കെ എടുക്കുമ്പോൾ നടിച്ച് ടൈം എടുത്ത് കഴിയുമ്പം പെട്ടെന്ന് ചെയ്യണം. ലിപ് ബാം ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു. പ്ലമ്മിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഒരു ലൈറ്റ് ഷെയ്ഡേ വരത്തുള്ളൂ. എനിക്ക് ഒത്തിരി ഇടുന്ന ഇഷ്ടമാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് വയസ്സിൻ്റെ ഓക്കെ. ലൈറ്റ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഷെയ്ഡാണ്. ഇനി കണ്ടെഴുതണം. ലൈറ്റിൻ്റെ വെട്ടം കുറച്ച് കുറവാണ് ഇവിടെ ഈ റൂമിൽ, അതുകൊണ്ടാണ് പെട്ടെന്ന് റെഡി ആവട്ടെ. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് ഞാൻ ഒരുപാട് എഴുതുന്നില്ല, കാരണം നാളെ എന്തായാലും നല്ല രീതിയിൽ റെഡി ആവേണ്ടത്. അപ്പോൾ ഒരുപാട് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടാവും. അതുകൊണ്ട് ചെറുതായിട്ട് രണ്ട് സൈഡിലൊക്കെ ചെറിയൊരു ഡെയിൽ ഇട്ടിട്ടുണ്ട്. താഴെ വെബ്ലൈൻ്റെ കൺമഷി ഉണ്ടല്ലോ, അത് വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് പോ. ഹെയർ നല്ല വെറ്റാണ്, അപ്പോൾ പൊട്ടയിൽ കിട്ടാൻ പറ്റത്തില്ല. സോ കഴിച്ചിടാം. ഓക്കെ, വെറ്റ്. ഹെയർ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചിടാനാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒത്തിരി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ മുടി ഇപ്പം നല്ല ഹെയർ ഫോളിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ മുടിക്കാത്ത ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് അയച്ചിടാം. ഓക്കെ, മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാം. ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, ഡോട്ട് ആൻഡ് കീയുടെ. എൻ്റെ സെറത്തിൻ്റെ കളറാണ്. സെറം ഒരു മഞ്ഞ കളറിലായിരിക്കുന്നത്, അതുകൊണ്ട് അത് പറ്റിയത്. ഓക്കെ, സൗണ്ട് ഉണ്ടോയെന്നറിയില്ല. ഫേസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് മുന്നിൽ പോണിറ്റയിലായിട്ട് റെഡി ആയപ്പോൾ ഇനി പോയിട്ട് കാണാം. ഓക്കെ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. നാളെ ഇതല്ലേ, അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ക്ലോസ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വന്നു. ലിഫ്റ്റ് എസ്കലേറ്റർ വഴിയും ലിഫ്റ്റ് വഴിയും കയറ്റത്തില്ല, തിരക്കായതുകൊണ്ട്. നമ്മൾ സാധനമൊക്കെ മെഡിസിൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നെല്ലാം
എടുക്കേണ്ടതുകൊണ്ട് വേഗം എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങും. കുറച്ച് ഷോപ്പ് ചെയ്തു. നാളത്തേക്കുള്ളതെല്ലാം വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഡ്രസ്സാണ്. തിരക്കായതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ എന്തായാലും വ്ലോഗ് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പം ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ പോയി എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് ഇനി നമുക്കെല്ലാം ഡെയിലി ചെയ്യണം. ഭയങ്കര സൗണ്ട് ആയിരിക്കും, കാരണം ഇവിടെ നല്ല റഷുണ്ട്. ഇന്ന് നാളെ പെരുന്നാളും ഒക്കെ അല്ലേ. പിന്നെ ഇന്ന് സൺഡേ അല്ലേ. ഇപ്പം എല്ലാ വീക്കിലും നമ്മൾ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. എടുത്തിട്ട് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ, തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. പാർക്കിങ്ങിലൊന്നും സ്പേസ് പോലും ഇല്ലാതെ അതുപോലെ തിരക്കാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ നല്ല നോയ്സ് ഉണ്ട്. ഓൾറെഡി സൗണ്ട് ഉണ്ട്. ബാക്കിൽ ഈ സാധനം ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ വാങ്ങിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ് വന്ന് ഇനി ഉള്ളത് സാധനങ്ങളൊക്കെ പറക്കി വെക്കണം. അപ്പോൾ ഞാൻ പോയത് സാധനങ്ങൾ പറക്കി വെക്കാൻ കാണിച്ചു തരാം. അപ്പോൾ എടുത്ത് വയ്ക്കാം. അവിടെയാണ് സൈഡിലാണ് ലൈറ്റ് ആ സൈഡിലാണ്. നല്ല സ്മെല്ലാണ്. ബോക്സിലാക്കാം. കുറേ ദിവസം എനിക്കിങ്ങനെ ഫ്രഷായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇതിന് ഈ പോർഷൻ കട്ട് ചെയ്തിട്ട് അത് വാങ്ങിയിട്ട് മണ്ണുണ്ടാവും. അതുപോലെ അങ്ങനത്തെ വെള്ളം ഇപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. ഭയങ്കര ആക്റ്റീവായി. അത് ലാസ്റ്റ് വെക്കാം.
കഴിഞ്ഞാൽ കല്ലപ്പം വാങ്ങിക്കണം പുറത്ത് കൊണ്ടുവന്നത് രാത്രിയിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ഇതാ ഇഷ്ടം. മറ്റേ എലൈറ്റിന് ഇതായിട്ട് ചീരകണക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കണം. അപ്പം ചീര റൈസും വാങ്ങിയിട്ട് നോക്കൂ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, വൃത്തിയാക്കി അത് ബാക്കി കഴിച്ച് ചേർക്കണം. ഇനി ഈ ബോട്ടിലേക്ക് കൂടി ചേർക്കണം. അപ്പം എല്ലാ പരിപാടി കഴിഞ്ഞ് കണ്ണൊക്കെ നീളുന്നല്ലോ. ഫ്രീയായിട്ടിരിക്കും. ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ കാര്യങ്ങൾ നാളെ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ഇതിന് വേണ്ടി ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പഴയ പുതിയ പുതിയ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ അത്രയ്ക്കും. ഓക്കെ, അപ്പം സീ നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.